എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, എല്ലാവരും എത്തിയോ? നല്ല ഉഷാറിലാണല്ലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം വളരെ രസകരമാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന മാന്ത്രികമായ കാര്യങ്ങളെക്കുറിച്ചാണ്. പാഠത്തിന്റെ പേര് വൈദ്യുതകാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. പേര് കേടാരും പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ഒരു ഒളിച്ചുകളി പോലെയാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈദ്യുതി ഉപയോഗിച്ച് താപമുണ്ടാക്കുന്നത് പഠിച്ചു, അല്ലേ? ഇസ്തിരിപ്പെട്ടിയൊക്കെ ഓർമ്മയില്ലേ? അതുപോലെ വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് കാന്തമുണ്ടാക്കാൻ പറ്റുമോ? ഒന്നാലോചിച്ച് നോക്കൂ. ഒരു ഇരുമ്പാണിയെടുത്ത് അതിനു ചുറ്റും കുറേ ചെമ്പ് കമ്പി ചുറ്റിയിട്ട് ആ കമ്പിയിലൂടെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ ഇരുമ്പാണി ഒരു കാന്തമായി മാറും. കൊള്ളാം. ഇതിനെയാണ് നമ്മൾ വൈദ്യുതകാന്തം അഥവാ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ബെൽ, ഇലക്ട്രിക് ക്രെയിൻ എന്നിവയിലൊക്കെ ഈ വൈദ്യുതകാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതിയിൽ നിന്ന് കാന്തമുണ്ടാക്കാം. ഈ ചിന്തയിൽ നിന്നാണ് മൈക്കൽ ഫാരഡേ എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ മറ്റൊരു ചോദ്യം ചോദിച്ചത്. നേരെ തിരിച്ചു പറ്റുമോ? അതായത് കാന്തം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ പ്രതിഭാസമാണ് വൈദ്യുതകാന്തിക പ്രേരണം. നമ്മുടെ വീടുകളിൽ ബൾബ് കത്തുന്നതിനും ഫാൻ കറങ്ങുന്നതിനും കാരണക്കാരനായ ആ വലിയ കണ്ടുപിടുത്തം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പരീക്ഷണം ചെയ്താലോ? റെഡിയല്ലേ? നമുക്ക് 3 സാധനങ്ങൾ വേണം. ഒന്ന്, ഒരു സോളിനോയിഡ്. എന്താണ് സോളിനോയിഡ്? ഒരു പൈപ്പിന് മുകളിൽ ഇൻസുലേഷനുള്ള ചെമ്പ് കമ്പി ഒരുപാട് തവണ ചുറ്റിയെടുത്താൽ മതി. രണ്ടാമതായി, നല്ല ശക്തിയുള്ള ഒരു ബാർ മാഗ്നറ്റ്. മൂന്നാമതായി, വളരെ ചെറിയ കറന്റ് പോലും അളക്കാൻ കഴിയുന്ന ഒരു ഉപകരണം, ഗാൽവനോമീറ്റർ. ഇനി നമ്മൾ ഈ സോളിനോയിഡിന്റെ 2 അറ്റങ്ങളും ഗാൽവനോമീറ്ററുമായി ഘടിപ്പിക്കുന്നു. ഇപ്പോൾ സർക്യൂട്ട് പൂർത്തിയായി. ആദ്യം നമുക്ക് സോളിനോയിഡ് അനക്കാതെ വെക്കാം. എന്നിട്ട് കാന്തവും അനക്കാതെ അതിനടുത്ത് വെക്കാം. ഗാൽവനോമീറ്ററിലെ സൂചിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, സൂചി അനങ്ങുന്നേയില്ല. അതായത് സർക്യൂട്ടിൽ കറണ്ടില്ല. ഇനി ഞാൻ ഈ കാന്തത്തിന്റെ ഉത്തരധ്രുവം അഥവാ നോർത്ത് പോൾ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് വേഗത്തിൽ കൊണ്ടുപോകാൻ പോകുകയാണ്. ശ്രദ്ധിച്ചു നോക്കണേ. അയ്യോ, കണ്ടോ? ഗാൽവനോമീറ്ററിലെ സൂചി ഒരു വശത്തേക്ക് ചലിച്ചു. എന്താ ഇതിനർത്ഥം? അതെ, സർക്യൂട്ടിൽ ഒരു കറണ്ട് ഉണ്ടായി. ഈ കറണ്ടിനെ നമ്മൾ പ്രേരിത വൈദ്യുതി അഥവാ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. ഇനി ഞാൻ കാന്തം ഉള്ളിൽ അനക്കാതെ വെക്കുകയാണ്. ഇപ്പോൾ സൂചി അനങ്ങുന്നുണ്ടോ? ഇല്ല, വീണ്ടും 0ത്തിലേക്ക് വന്നു. ഇനി ഞാൻ കാന്തത്തെ വേഗത്തിൽ പുറത്തേക്ക് വലിക്കുന്നു. നോക്കൂ, സൂചി വീണ്ടും ചലിച്ചു. പക്ഷെ ഇത്തവണ എതിർദിശയിലായിരുന്നു ചലിച്ചത്. കൊള്ളാം. അപ്പോൾ കാന്തം ചലിപ്പിക്കുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ചലനത്തിന്റെ ദിശ മാറുമ്പോൾ കറണ്ടിന്റെ ദിശയും മാറുന്നുണ്ട്. ഇനി നമുക്ക് കാന്തം അനക്കാതെ വെച്ച് സോളിനോയിഡ് ചലിപ്പിച്ചാലോ? അപ്പോഴും ഇത് തന്നെ സംഭവിക്കും. അതായത് കാന്തവും കമ്പിച്ചുരുളും തമ്മിൽ ഒരു ആപേക്ഷിക ബന്ധം അഥവാ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോഴാണ് കറണ്ട് ഉണ്ടാകുന്നത്. രണ്ടും ഒരുമിച്ച് ഒരേ വേഗതയിൽ ഒരേ ദിശയിൽ ചലിപ്പിച്ചാൽ കറണ്ട് ഉണ്ടാകുമോ? ഇല്ല, കാരണം അവ തമ്മിൽ ആപേക്ഷിക ചലനമില്ല. എന്തുകൊണ്ടാണ് ഈ ചലനം നടക്കുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നത്? അതിൽ കാരണം കാന്തിക ഫ്ലെക്സ് ആണ്. ഒരു പ്രതലത്തിലൂടെ കടന്നുപോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് കാന്തിക ഫ്ലെക്സ്. നമ്മൾ കാന്തത്തെ കോയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴോ ദൂരേക്ക് കൊണ്ടുപോകുമ്പോഴോ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലെക്സിന് ഒരു വ്യതിയാനം അഥവാ ചേഞ്ച് സംഭവിക്കുന്നു. ഈ ഫ്ലെക്സ് വ്യതിയാനം മൂലമാണ് കോയിലിൽ ഒരു EMF അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഇതിനെ പ്രേരിത EMF എന്ന് വിളിക്കുന്നു. ഈ EMF ആണ് പ്രേരിത കറണ്ടിന് കാരണം. ഒരു അടഞ്ഞ സർക്യൂട്ടിലെ കാന്തിക ഫ്ലെക്സിൽ മാറ്റമുണ്ടാകുമ്പോഴെല്ലാം അതിലൊരു EMF പ്രേരിതമാകും. ഇതാണ് വൈദ്യുതകാന്തിക പ്രേരണത്തിന്റെ തത്വം. ഈ ഉണ്ടാകുന്ന കറണ്ടിന്റെ അളവ് എങ്ങനെ കൂട്ടാം? എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. നമുക്ക് കൂടുതൽ ശക്തിയുള്ള കാന്തം ഉപയോഗിക്കാം. അല്ലെങ്കിൽ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂട്ടാം. അതുമല്ലെങ്കിൽ കാന്തമോ കമ്പിച്ചുരുളോ ചലിപ്പിക്കുന്ന വേഗത കൂട്ടാം. ഈ 3 വഴികളിലൂടെ നമുക്ക് പ്രേരിത കറണ്ടിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ കൊണ്ട കറണ്ടിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കാന്തം ഉള്ളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ദിശയിലും പുറത്തേക്ക് എടുക്കുമ്പോൾ എതിർദിശയിലും. അതായത് സമയം മാറുന്നതിനനുസരിച്ച് അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രത്യാവർത്തി ധാരാവൈദ്യുതി അഥവാ ഓൾട്ടർനേറ്റിംഗ് കറന്റ് AC എന്ന് വിളിക്കും. നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്നത് ഈ AC കറന്റ് ആണ്. എന്നാൽ ഒരു ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് എപ്പോഴും ഒരേ ദിശയിലല്ലേ ഒഴുകുന്നത്? അതെ, അങ്ങനെ ഒരേ ദിശയിൽ മാത്രം പ്രവഹിക്കുന്ന കറണ്ടിനെ നേർധാരാ വൈദ്യുതി അഥവാ DC കറണ്ട് എന്ന് പറയുന്നു. ടോർച്ച്, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ എന്നിവയൊക്കെ DCയിലാണ് പ്രവർത്തിക്കുന്നത്. മിക്സി, ഫാൻ, TV തുടങ്ങിയവ ACയിലും.
അപ്പോൾ കാന്തം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഈ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ. എന്താണ് ജനറേറ്ററിന്റെ ധർമ്മം? യാന്ത്രിക ഊർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുക. നമ്മൾ കൈകൊണ്ട് കറക്കുമ്പോൾ, അതായത് യാന്ത്രികോർജം, ലൈറ്റ് കത്തുന്ന ചെറിയ സൈക്കിൾ ഡൈനമോ കണ്ടിട്ടില്ലേ? അതൊരു ചെറിയ ജനറേറ്ററാണ്. ജനറേറ്ററുകൾ പ്രധാനമായും 2 തരമുണ്ട്: AC ജനറേറ്ററും DC ജനറേറ്ററും. പേരുപോലെ തന്നെ AC ജനറേറ്റർ AC കറണ്ടും DC ജനറേറ്റർ DC കറണ്ടും ഉത്പാദിപ്പിക്കുന്നു. ഇനി നമുക്ക് ഒരു AC ജനറേറ്ററിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാലോ? അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ കാന്തിക മണ്ഡലം നൽകുന്ന ഒരു ഫീൽഡ് കാന്തം അഥവാ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഇതിനിടയിൽ കറങ്ങുന്ന ഒരു കമ്പിച്ചുരുൾ അഥവാ ആർമേച്ചർ കോയിൽ ഉണ്ട്. ഈ ആർമേച്ചർ കറങ്ങുമ്പോഴാണ് കാന്തിക ഫ്ലക്സിന് വ്യത്യാസം വന്ന് കറന്റ് ഉണ്ടാകുന്നത്. ഇനി ഈ ആർമേച്ചറിലുണ്ടാകുന്ന AC കറണ്ടിനെ പുറത്തുള്ള സർക്യൂട്ടിലേക്ക് എത്തിക്കണ്ടേ? അതിനായി 2 പൂർണ്ണവളയങ്ങളുണ്ട്. ഇവയെ സ്ലിപ്പ് റിങ്ങുകൾ എന്ന് പറയുന്നു. ഓരോ റിങ്ങും ആർമേച്ചറിന്റെ ഓരോ അറ്റവുമായി ഘടിപ്പിച്ചിരിക്കും. ഈ സ്ലിപ്പ് റിങ്ങുകളിൽ എപ്പോഴും മുട്ടിയിരിക്കുന്ന 2 ഗ്രാഫൈറ്റ് ബ്രഷുകളും ഉണ്ടാകും. ഈ ബ്രഷുകൾ വഴിയാണ് കറന്റ് പുറത്തേക്ക് ഒഴുകുന്നത്. ആർമേച്ചർ കറങ്ങുമ്പോൾ അതിന്റെ ഓരോ പകുതി കറക്കത്തിലും അതിലൂടെയുള്ള കറന്റിന്റെ ദിശ മാറും. സ്ലിപ്പ് റിങ്ങുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പുറത്തേക്കുള്ള സർക്യൂട്ടിലും ആർമേച്ചർ കറങ്ങുമ്പോൾ അതിന്റെ ഓരോ പകുതി കറക്കത്തിലും അതിലൂടെയുള്ള കറന്റിന്റെ ദിശ മാറും. സ്ലിപ്പ് റിങ്ങുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പുറത്തേക്കുള്ള സർക്യൂട്ടിലും ഈ ദിശമാറ്റം അതേപടി എത്തും. അങ്ങനെ നമുക്ക് AC കറന്റ് ലഭിക്കുന്നു. അപ്പോൾ DC ജനറേറ്ററിൽ എന്തായിരിക്കും വ്യത്യാസം? അവിടെയും ഫീൽഡ് കാന്തവും ആർമേച്ചറും ബ്രഷുകളും ഒക്കെയുണ്ട്. പക്ഷേ സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം അവിടെ സ്പ്ലിറ്റ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു വളയത്തെ 2ആയി പിളർന്നതുപോലെയുള്ള ഒരു സംവിധാനം. ഇതിനെ കമ്മ്യൂട്ടേറ്റർ എന്നും പറയും. ഇവിടെ ആർമേച്ചറിലുണ്ടാകുന്നത് AC കറന്റ് തന്നെയാണ്. എന്നാൽ ഓരോ പകുതി കറക്കം കഴിയുമ്പോഴും ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ കമ്മ്യൂട്ടേറ്റർ ബ്രഷുകളുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത ബ്രഷുമായി ബന്ധത്തിലാകും. ഇത് കാരണം പുറത്തേക്കുള്ള സർക്യൂട്ടിൽ കറന്റ് എപ്പോഴും ഒരേ ദിശയിൽ തന്നെയായിരിക്കും ഒഴുകുന്നത്. അങ്ങനെ DC ജനറേറ്ററിൽ നിന്ന് നമുക്ക് DC കറന്റ് ലഭിക്കുന്നു. കമ്മ്യൂട്ടേറ്ററിന്റെ ഈ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവെക്കണം. ഇനി നമ്മുടെ വീടുകളിലേക്കും വ്യവസായശാലകളിലേക്കുമൊക്കെ ആവശ്യമായ വൈദ്യുതി വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കണ്ടേ? അത്തരം കേന്ദ്രങ്ങളെയാണ് നമ്മൾ പവർ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ് അനുസരിച്ച് പവർ സ്റ്റേഷനുകൾ പലതരത്തിലുണ്ട്. ജലത്തിന്റെ ശക്തി ഉപയോഗിച്ചു ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കുന്നവയാണ് ജലവൈദ്യുത നിലയങ്ങൾ അഥവാ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. നമ്മുടെ ഇടുക്കിയിലുള്ള മൂലമറ്റം അത്തരത്തിലുള്ള ഒന്നാണ്. കൽക്കരി, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിച്ച് ആ താപം ഉപയോഗിച്ച് നീരാവി ഉണ്ടാക്കി ടർബൈൻ കറക്കുന്നവയാണ് താപവൈദ്യുത നിലയങ്ങൾ അഥവാ തെർമൽ പവർ സ്റ്റേഷൻസ്. ആണവോർജ്ജം ഉപയോഗിക്കുന്നവയാണ് ആണവ നിലയങ്ങൾ. ഇങ്ങനെ പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എങ്ങനെയാണ് ഒരു നഷ്ടവും കൂടാതെ നമ്മുടെ വീടുകളിൽ എത്തുന്നത്? വൈദ്യുതി ദൂരേക്ക് പ്രസരണം ചെയ്യുമ്പോൾ ജൂൾ നിയമം അനുസരിച്ച് താപരൂപത്തിൽ ഊർജ്ജ നഷ്ടമുണ്ടാകും. H=I²RT. ഈ നഷ്ടം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ പ്രതിരോധം കുറയ്ക്കണം, അല്ലെങ്കിൽ കറന്റ് കുറയ്ക്കണം. നല്ല ചാലകതയുള്ള കട്ടിയുള്ള കമ്പികൾ ഉപയോഗിച്ച് പ്രതിരോധം ഒരു പരിധിവരെ കുറയ്ക്കാം. പക്ഷെ കറന്റ് എങ്ങനെ കുറയ്ക്കും? അവിടെയാണ് പവറിന്റെ സമവാക്യം നമ്മുടെ സഹായത്തിനെത്തുന്നത്. പവറിൽ മാറ്റം വരുത്താതെ കറന്റ് കുറയ്ക്കണമെങ്കിൽ വോൾട്ടേജ് കൂട്ടിയാൽ മതി. അതായത് വളരെ ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി പ്രസരണം ചെയ്താൽ കറന്റ് കുറവായിരിക്കും. അതുവഴി താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഗണ്യമായി കുറയ്ക്കാം. ഈ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. AC വോൾട്ടതയിൽ മാറ്റം വരുത്താനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഇത് DCയിൽ പ്രവർത്തിക്കില്ല. വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോമറുകളെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും വോൾട്ടേജ് കുറയ്ക്കുന്നവയെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും പറയുന്നു. പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11 കിലോ വോൾട്ടിലാണ്. ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 220 കിലോ വോൾട്ടൊക്കെയായി ഉയർത്തിയാണ് ദൂരേക്ക് അയക്കുന്നത്. പിന്നീട് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ട്രാൻസ്ഫോമറിൽ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 230 വോൾട്ടാക്കിയാണ് വീടുകളിലേക്ക് നൽകുന്നത്. ഇനി നമ്മുടെ വീട്ടിലെ വയറിങ്ങിനെക്കുറിച്ച് നോക്കാം. വീട്ടിലേക്ക് വരുന്ന 2 പ്രധാന ലൈനുകളാണ് ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും. സുരക്ഷയ്ക്കായി ഒരു എർത്ത് ലൈനും ഉണ്ടാകും.
വൈദ്യുതി മീറ്റർ കഴിഞ്ഞ് നേരെ മെയിൻ ഫ്യൂസിലേക്കും അവിടെ നിന്ന് മെയിൻ സ്വിച്ചിലേക്കും കണക്ഷൻ പോകുന്നു. പിന്നീട് ELCB, MCB എന്നിവയിലൂടെ കടന്നാണ് ഓരോ റൂമിലേക്കും ബ്രാഞ്ചുകളായി പിരിയുന്നത്. വീട്ടിലെ ഉപകരണങ്ങളെല്ലാം പാരലൽ അഥവാ സമാന്തരമായാണ് ഘടിപ്പിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിംഗ് എന്നിവ കാരണം സർക്യൂട്ടിൽ അമിതമായി കറന്റ് പ്രവഹിക്കാൻ സാധ്യതയുണ്ട്. ഇത് തീപിടുത്തം പോലുള്ള അപകടങ്ങൾക്ക് കാരണമാകും. ഇതിൽ നിന്ന് നമ്മളെയും ഉപകരണങ്ങളെയും രക്ഷിക്കാനാണ് സുരക്ഷാ ഫ്യൂസ്, MCB, ELCB തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയർ താഴ്ന്ന ദ്രവണാങ്കമുള്ള ഒരു ലോഹസങ്കരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമിത കറന്റ് വരുമ്പോൾ അത് ചൂടായി ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കുന്നു. MCB ആകട്ടെ അമിത പ്രവാഹമുണ്ടാകുമ്പോൾ തനിയെ ഓഫാകും. പ്രശ്നം പരിഹരിച്ച ശേഷം നമുക്ക് വീണ്ടും ഓൺ ചെയ്യാം. 3 പിന്നുള്ള പ്ലഗും എർത്തിങ്ങും സുരക്ഷയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഉപകരണത്തിന്റെ ബോഡിയിലേക്ക് വൈദ്യുതി ലീക്കായാൽ എർത്ത് വയർ വഴി അത് ഭൂമിയിലേക്ക് ഒഴുകിപ്പോവുകയും ഫ്യൂസ് ഉരുകി MCB ട്രിപ്പാവുകയും ചെയ്ത് നമ്മളെ ഷോക്കിൽ നിന്ന് രക്ഷിക്കുന്നു. അശ്രദ്ധ കൊണ്ടോ മറ്റോ ഇലക്ട്രിക് ഷോക്കേറ്റാൽ എന്തു ചെയ്യണം? ഉടനെ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. ഷോക്കേറ്റ ആളെ നേരിട്ട് തൊടരുത്. ഉണങ്ങിയ മരക്കഷ്ണം പോലുള്ള ഇൻസുലേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി ബന്ധത്തിൽ നിന്ന് വേർപെടുത്തണം. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം നൽകണം. ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം അഥവാ CPR നൽകണം. വൈദ്യുതി കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അതീവ ജാഗ്രത പാലിക്കണം. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.